ഈ പട്ടി കാട്ടിന്ന് പട്ടണത്തിലേക്ക് താമസം മാറ്റാന്ന് പറഞ്ഞാലും കേക്കില്ല. ഞാനൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നാളെ എത്രയെന്ന് ശശിയേട്ടൻ വല്ല വിചാരമുണ്ടോ? ഒന്ന് ശരിക്ക് പിടി എന്റെ ശശിയേട്ടാ. എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഈ രൂപത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വിചാരിക്കാത്തതല്ലേ എന്റെ സുന്ദരി. സുന്ദരി എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. രാത്രിയാകുമ്പോ യവന സുന്ദരി, നേരം വെളുക്കുമ്പോ കാനന സുന്ദരി, ഒക്കെ ചീത്ത സിനിമകളുടെ പേരുകളാ എനിക്കറിയാം. അല്ലേലും ഞാൻ ഇത് കേൾക്കണം. കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ എന്തൊരു നിറമായിരുന്നു. അയ്യോ ഒക്കെ പോയി. അതെ, കൂടുതൽ ഡയലോഗ് അടിച്ച് വെളുപ്പിച്ചോണ്ട് നിന്നാ മോർണിംഗ് ഷോ ആരംഭിക്കും. തലയിൽ വെച്ച് കെട്ടിയൊക്കെ മതി. ഒന്ന് ഇറങ്ങണ്ടേ ശാരു? ദാ വരുന്നു. ശശിയേട്ട ഇറങ്ങിക്കോ. രാധാമണി ചെല്ലു വിളിക്കുന്നുണ്ട്. അടിപൊളി ആണോ? കള്ളത്തിനും പറയല്ലേ. കള്ളത്തരമല്ല, ഈ സാരി ചേച്ചിക്ക് അസലായിട്ട് ചേരണം. അയ്യോ എനിക്കും തോന്നി. പോയി വരട്ടെ. രാധേ, പൊട്ട് മാച്ചാണോ? പൊട്ടും കമ്മലും ഒക്കെ മാച്ചാ. അയ്യോ ഞാൻ റെഡി. നടക്കില്ല. എന്തു പറ്റി? പഞ്ചറായിന്നാ തോന്നണേ. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പഞ്ചറൊട്ടിക്കണം. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഈ പാട്ട് വണ്ടി എവിടെയെങ്കിലും കൊണ്ടേ കളാം. മാനവും പോയി, സമയം പോയി, കാലം പോയി. ഇനി ആ രാധാമണിയുടെ മൂത്ത് ഞാൻ എങ്ങനെ നോക്കും? ഞാൻ പറയണേക്ക്. ശരു, പിന്നെ എനിക്കും ജീവിക്കണ്ടേ. 8ാം ക്ലാസ്സുകാരി ബുള്ളറ്റിന്റെ പുറകെ കയറിയിരുന്ന സിനിമയ്ക്ക് പോകുന്നുണ്ട്. MSc-കാരിയായ നിനക്ക് ടെൻഷൻ ഉണ്ടാവണ്ടെന്ന് കരുതി ഞാൻ തന്നെ കാറ്റൂരി വിട്ടു. നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. കഷ്ടം. ഏതെങ്കിലും മന്ത്രി ചത്തോ? അതല്ലാന്ന് എങ്കിൽ പിന്നെ MP-യോ MLA-യോ ആയിരിക്കും. എനിക്ക് പണിയായി. ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാ. തെരഞ്ഞെടുപ്പല്ല, തെരഞ്ഞെടുത്ത കാര്യം പറയാൻ വന്നതാ. ഇവന്റെ വീട്ടിൽ പോസ്റ്റ്മാൻ ഇപ്പൊ കത്ത് കൊടുത്ത് പോയതേ ഉള്ളൂ. എന്ത് കത്ത്? തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ഇവന്റെ ഭാര്യ രാധാമണിക്ക് ജോലി കിട്ടി. ഇനിയിപ്പോ സുന്ദരേട്ടനെയും കൂട്ടി ഗുരുവായൂർ വരെ ഒന്ന് പോണം. ഗുരുവായൂരപ്പനോടൊരു താങ്ക്സ് പറയണമല്ലോ. എനിക്കും അതൊരാഗ്രഹ. തോട്ടുവക്കത്തെ സുഭാഷിന്റെ കാറും വിളിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് പോകാം. അതെ അതെ, പറഞ്ഞു തീർന്നില്ല. ദേ ഒരു കാറ് വരുന്നുണ്ട്. സുഭാഷിന്റെ കാറാണല്ലോ. ഇപ്പൊ തന്നെ പോയല്ലോ ഗുരുവായൂർ. പുറത്തേക്ക് നിൽക്കുന്നത് 2 കാലല്ലേ? കണ്ടിട്ട് ഏതോ പരിചയമുള്ള കാല് പോലുണ്ടല്ലോ. അതേത് കാല്? ഒരു മിനിറ്റ്, ഒരു കാര്യം ഞാൻ പിടിക്കാം. ഈ കണാരേട്ടൻ ഓടി വന്ന് രാധാമണിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞതും നല്ല വരിക്കച്ചക്ക വെട്ടിയിട്ടത് പോലെയല്ലേ ബോധം കെട്ട് വീണത്. പിന്നെ ഒരുപാട് ചോദിച്ചു, കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ട്. അതെങ്ങനെയാ ബോധമില്ലാതെ കിടക്കല്ലേ? ഒരു മിനിറ്റ്, ഇനി കിടത്തിയിട്ട് പറയാ. നല്ല വെയിറ്റ്. എന്നാ വാ, തെക്കോട്ടോ വടക്കോട്ടോ തല വെക്കേണ്ടത്. ഇനിയിപ്പോ എവിടെയായാലും എന്താ, ഈ വീട്ടിൽ ഏതാ വടക്ക്? തെക്കും വടക്കും അന്വേഷിച്ചെടുക്കാം. അപ്പം അവിടെ കൊണ്ട് കിടത്തിയാട്ടെ. അത് ശരി, കിടത്താൻ കൊണ്ടുവന്ന പൊടി മടിയിൽ വെച്ചിരിക്കും. അവിടെ കിടത്തടോ. ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ലാൻ തോന്നിയിട്ടാ നേരെ എവിടേക്ക് കൊണ്ടുപോകുന്നത്. അത് ശരിയാ, ഇതിന് പറ്റിയ ചികിത്സ ഇവിടെ ഉള്ളൂ. സുന്ദരേട്ടാ, സുന്ദരേട്ടാ, സുന്ദരേട്ടാ കണ്ണു തുറക്ക്, കണ്ണു തുറക്ക് സുന്ദരേട്ടാ. കണ്ണ് തുറന്നില്ലേലും കുഴപ്പമില്ല രാധാമണി. രാധാമണിക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? സുന്ദരേട്ടാ, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ആദ്യം ഈ കിടക്കുന്നതിന്റെ അനന്തര നടപടികൾ എന്താണെന്നാലും രക്ഷയുണ്ടാവും തോന്നില്ല. അതെന്റെ നാട്ടിൽ പിടിച്ചാ പറയണേ. അതെ, ഏത് മാവ് കിട്ടിയാലേ വിറക് കിട്ടുമെന്നുള്ളത് പോയി നോക്ക് വാസു, സമയം കളയല്ലേ. ഭാര്യയ്ക്ക് ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോ തട്ടിപ്പോയവനെ കത്തിക്കാൻ വിറകിന്റെ ആവശ്യമില്ല. വിറകില്ലാതെ വേണം കത്തിക്കാൻ. വിറകിന്റെ കാര്യം വീട് കീഴാനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യം മൂക്കി പഞ്ഞി, തലയ്ക്ക് തേങ്ങ, പിന്നെ വിളക്ക്, പിന്നെ കിടത്താൻ വാഴയില്ല. അത് ഞാനേ. ഇങ്ങോട്ട് മാറാൻ, സുന്ദരേട്ടാ, അങ്ങോട്ട് മാറാൻ. എന്നെ പറ്റിക്കണ്ട, എനിക്കറിയാം. ഏപ്രിൽ ഫൂൾ അല്ലേ? അല്ല, ഏപ്രിൽ ഫൂളൊക്കെ ഇപ്പൊ മാർച്ചിലേക്ക് ആക്കിയോ? ആക്കിയോ? ഞാൻ കുറച്ചു ദിവസമായി പേപ്പർ വായിച്ചിട്ട്. കേട്ടത് ശരിയാ സുന്ദരേട്ടാ.
എനിക്ക് ജോലി കിട്ടിയെന്നുള്ള സത്യ അപ്പോയിന്റ്മെന്റ് ലെറ്റർ. പിന്നെ ബോധം പോയി. നീ എന്നോടൊന്നും പറയണ്ട. 55 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ ആകുമ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. നീ അങ്ങ് തിരുവനന്തപുരത്തും ഞാൻ ഈ ചേലക്കട്ട താമസിക്കാനാണെങ്കിൽ പിന്നെ നിന്നെ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. ഭാര്യയ്ക്ക് കത്തെഴുതാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ കെട്ടിയത്. കണ്ടോണ്ടിരിക്കാനും കൂടെ താമസിപ്പിക്കാനും വേണ്ടിയിട്ട് തന്നെയാ. എന്താടാ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല. ഒന്നും ഇല്ലാണ്ട ഇവിടെ കിടന്ന് ബഹളം കൂട്ടുന്നേ. നിനക്ക് നല്ല അടി കൊള്ളാഞ്ഞിട്ടാ. നീ പോയെ. എങ്ങും വിടാതെ ഇവളെയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനാണോ നിന്റെ ഉദ്ദേശം? ഉള്ള ജോലിക്ക് നീ മര്യാദയ്ക്ക് പോകത്തുമില്ല, കിട്ടിയതിനോട്ട് വിടത്തുമില്ലെന്ന് വെച്ചാ. അമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇടപെടുന്നില്ല. ഇത്രയും കാലം ഈ വീട്ടിൽ ഞാൻ പറയുന്നത് കേട്ടാണല്ലോ എല്ലാരും ജീവിച്ചത്. ഇനി നീ അത്ര വളർന്ന് വലുതായെങ്കിൽ എല്ലാം നിന്റെ ഇഷ്ടത്തിനായിക്കോ. ഞാനൊന്നും പറയുന്നില്ല. മകനായി പോയില്ലേ. സുന്ദരേട്ടാ, ഒരാൾക്കെങ്കിലും ജോലി ഉണ്ടെങ്കിലേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ. ഭാര്യയുടെ വരുമാനം കൊണ്ട് ജീവിക്കാൻ എന്നെ കിട്ടില്ല. അങ്ങനെ ഒരു പാരമ്പര്യം തറവാടിൽ ഉണ്ടായിട്ടില്ല. അഭിമാനവും പാരമ്പര്യവും ഒന്നും അല്ല ഇവിടെ പ്രശ്നം. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് സമ്പാദിച്ച ജോലിയാ. അത് വേണ്ടെന്ന് വെക്കാൻ ഞാൻ തയ്യാറല്ല. പറയും രാധാമണി അങ്ങനെ തന്നെ പറയും. സർക്കാർ ജോലി കിട്ടിയാൽ ബാധ കയറുന്ന പോലെയല്ലേ പെണ്ണുങ്ങൾക്ക് അഹങ്കാരം തുടങ്ങുന്നത്. നോട്ടവും നടപ്പും മറ്റും ഭാവവും ഒക്കെ മാറും. എന്തായാലും രാധാമണി ജോലിക്ക് പോകണമെന്ന് എന്റെ അഭിപ്രായം. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ചൊവ്വാദോഷം കൊണ്ടാണ് രാധാമണിയെ പോലെ വിദ്യാഭ്യാസവും സൗന്ദര്യമുള്ള ഒരുത്തേ നിനക്ക് ഭാര്യയായി കിട്ടിയത്. അതുകൊണ്ട് കൊരങ്ങന്റെ കൈ കിട്ടിയ പൂമാല പോലെ ആവരുത്. ആരാ കൊരങ്ങൻ? നീ ഫീൽ ചെയ്യേണ്ടത് വേറെ പറഞ്ഞതാ. ഓ, നമ്മുടെ തെക്കപ്പാട്ട സരസ്വതിക്ക് കോഴിക്കോട്ട് ജോലി കിട്ടി പോയിട്ട് എന്തായി? അവക്കിപ്പൊ കെട്ടിയവനെക്കാലം കൂടുതൽ എളുപ്പം ട്രെയിനിലെ ടീറ്റിന്റെ അടുത്ത. ആ പേടിയൊന്നും എനിക്കില്ല. എനിക്ക് എന്റെ ഭാര്യ നല്ല വിശ്വാസമാണ്. എപ്പോഴും എന്റെ ഭാര്യ എന്റെ അടുത്തുണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാ ഞാൻ ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞു. പോയേ പറ്റൂന്നവള് തീർത്തു പറഞ്ഞപ്പോ പറഞ്ഞോട്ടെ, പക്ഷെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ടെങ്കിലല്ലേ രാധാമണിക്ക് ജോലിക്ക് പോകാൻ പറ്റൂ. അതങ്ങ് ഇല്ലാണ്ടാക്കിയാലോ? സുന്ദരേട്ടാ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണോ നോക്കണേ? അത് ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നീ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോന്ന് ഞാൻ നോക്കുകയായിരുന്നു. അത് നോക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ എന്നെ കൊണ്ട് തോറ്റു. ഞാനും. നിങ്ങളൊക്കെ വിചാരിച്ചു കാണും ഞാനിത് വായിച്ചു എന്ന്. വായിച്ചില്ല. മനഃപൂർവ്വമല്ല, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. എന്നിട്ടും കാര്യമായി നോക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഒരു സാധനം ഇതുപോലെ കൈ കിട്ടാൻ വേണ്ടിയാ ഞാൻ എന്റെ മോളെ 10-15 കൊല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അത് പോക്കൃത്തരമല്ലേ സുന്ദരേശ? ഞാൻ രാധാമണിയുടെ ഭർത്താവാണ്. അവളെ ജോലിക്കൂടെ എനിക്ക് സമ്മതമല്ല. സമ്മതിക്കണം. എടാ കൊച്ചനെ, പഠിക്കാൻ വിട്ട സമയത്ത് നീയൊക്കെ കണ്ടവന്റെ തേങ്ങ പിരിച്ചു. മാങ്ങ മാങ്ങ. അതെ, മാങ്ങ എറിഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് നടന്നു. എന്റെ മോള് പഠിച്ചു, അവക്ക് ജോലിയും കിട്ടി. അതിലെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതെ, രാധാമണി ജോലിക്ക് പോണമെന്നാ എന്റെ അഭിപ്രായം. ഇത്രയും ദൂരെ ആയതുകൊണ്ടാ അവൻ പറ്റില്ല എന്ന് പറയുന്നത്. ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് ട്രാൻസ്ഫർ വാങ്ങാന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിലെ പോസ്റ്റിങ്ങിന് ട്രാൻസ്ഫറും ഇല്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സുന്ദരേശനെ പോലെയാണ് 10 അക്ഷരം പഠിച്ചോളേ. കാശുണ്ടാക്കട്ടെ. വേണ്ട, എനിക്ക് കാശ് വേണ്ട. ചെലവിന് തരാൻ വേണ്ടിട്ടല്ല ഞാൻ ഇവിടെ കല്യാണം കഴിച്ചത്. എനിക്ക് വെച്ചു വിളമ്പി തരാനും എന്റെ കുട്ടികളെ നോക്കാനുമാ. കുട്ടികളെ നീ അനാഥാലയത്തിലാക്ക്. പിന്നെ വെച്ചുളമ്പി തരാൻ നെടുങ്കണ്ടൂർ പിഷാരടി വിളിച്ചാൽ മതി. അസല് പാചകം. അത് നിങ്ങളുടെ 16 തരത്തിൽ വിളിച്ചാൽ സുന്ദര, അച്ഛൻ പറയുന്നേക്ക് മോളെ, ഭർത്താവ് എന്ന് പറയുന്നത് എപ്പോ വേണേലും ചത്തുപോകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് കിട്ടിയ ജോലി നീ കളയരുത്. മഹാലക്ഷ്മിയാ മഹാലക്ഷ്മി. എടീ, എഴുന്നേക്ക്. ഇനി ഇവിടെ മുഴുവനോടെ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല. രാധമ്മേ, കരയല്ലേ? എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടോ? അത് മാത്രല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ. വെറുതെയാ, ഒക്കെ വെറുതെയാ. കരയല്ലേടോ. നമുക്ക് നമ്മുടെ റേഷൻ കട മതി. ഇനി കടയിൽ പോവാൻ ഒരു മടിയും കാണിക്കില്ല.
നമുക്ക് ജീവിക്കാൻ അത് മതി രാധമ്മേ. ഒക്കെ സുന്ദരേട്ടന്റെ ആഗ്രഹങ്ങളാ. അന്ന് ഗൾഫിൽ പോവാൻ ഞാൻ നിർബന്ധം പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് കാശിനോടുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് സുന്ദരേട്ടൻ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നേ. പക്ഷെ നമുക്കൊരാൾക്കെങ്കിലും ജോലി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. മതി, ഇനി ഒന്നും പറയണ്ട. പറയണം, എനിക്ക് പറഞ്ഞേ പറ്റൂ. നമുക്കും വേണ്ടേ ഒരു വീടും കുടുംബവും കുഞ്ഞുങ്ങളും. എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ജോലിക്ക് പോവാൻ സമ്മതിക്കണം. ഇനി ഒരാഗ്രഹവും ഞാൻ പറയില്ല. നിന്റെ ഈ ഒരു ആഗ്രഹം മതിയല്ലോ എന്റെ ഒരുപാട് ആഗ്രഹങ്ങളെ തോൽപ്പിക്കാൻ. തോപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ജീവിതത്തില് നമുക്ക് രണ്ടാക്കും ജയിക്കാൻ വേണ്ടിയിട്ടാ. കരയണ്ട, എനിക്ക് സമ്മതാ. സത്യം. സത്യം. പക്ഷേ ഞാനും വരും നിന്റെ കൂടെ. എടാ പെണ്ണാച്ചി കോന്ത, നീ എന്തിനാ തിരുവനന്തപുരത്ത് പോണേ? സുന്ദരേശം മണ്ടനല്ല. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ തുരുത്തിക്കാട്ട് ദാക്ഷ എനിക്ക് 2 ഭർത്താവുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എല്ലാം ഒന്ന് ഉണ്ടായിട്ടോ. രാധാമണിയെ ഞാൻ ജോലിക്ക് പോകാൻ സമ്മതിച്ചു. അവൾക്ക് സന്തോഷായേ. പിന്നെ ഞാൻ അവളുടെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് പോകുന്നത് അവളുടെ ജോലി കളയാൻ.